ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് മാവ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ അത് നിറയെ കരിച്ചയൊക്കെ വന്ന് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഇതാവാറുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗോതമ്പ് മാവ് വേണമെങ്കിലും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഗോതമ്പ് മാവെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഉണക്കി തുടച്ചെടുത്ത് ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രമോ ഏതായാലും മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓരോ കവറിലുള്ള മാവ് തട്ടി കൊടുക്കുമ്പോഴും അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാളായാൽ തന്നെയും നമുക്ക് ആ ഒരു ഗോതമ്പ് മാവിൽ കരിച്ചയോ ചെറുപ്രാണികളോ ഒന്നും കയറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഓരോ കവറിലുള്ള മാവ് തട്ടി കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ 3-4 വറ്റൽ മുളക് വീതം ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 കവറ് മാവാണ് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ 2 കവറ് തട്ടി കൊടുത്തപ്പോൾ നമ്മളിതുപോലെ 3-4 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ലെയറായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മാസങ്ങളോളം നമുക്ക് ഈ ഒരു മാവ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഒരു 3 കവർ മാവാണ് ഈ ഒരു ബക്കറ്റിലേക്ക് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ ഇരിക്കേണ്ട മാവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഞാൻ സ്ഥിരം ഇവിടെ വീട്ടിൽ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും അതിൽ ഒരു പ്രാണികളോ കരിച്ചയോ ഒന്നും കയറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഈ മാവൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈർപ്പത്തോടെ ആ മാവ് എടുക്കാതിരിക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കപ്പ്, ചെറിയ മെഷർമെൻറ്റ് കപ്പൊക്കെ കാണുമല്ലോ, അതാ ഒന്ന് വച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്ഥിരം മാവ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈർപ്പത്തോടൊക്കെ കൈ വെണ്ടൊന്ന് വെള്ളമൊക്കെ മാവിൽ തൊടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് കേടായി പോവാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് മാവ് എപ്പോഴും സൂക്ഷിക്കുന്നത്. ഇതുപോലെ ഒരു കപ്പൊക്കെ ഇട്ട് വച്ചിരിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ മാവൊക്കെ തട്ടിയ ശേഷം നമ്മൾ ഈ കവർ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഇതുപോലെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമുക്ക് ഈ ഒരു കവറിൻ്റെ പുറത്ത് വെച്ച് ചപ്പാത്തി പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചപ്പാത്തി പലവയിലോ അതുപോലെ തന്നെ ചപ്പാത്തി കുഴവിയിലൊന്നും മാവോ എണ്ണയോ ഒന്നും ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി പരത്തി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് അടുക്കള ജോലികൾ എളുപ്പമാക്കാനും നമുക്ക് ഈ ഒരു ടിപ്സും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മാവൊക്കെ തട്ടിയെടുക്കുന്ന കവറുകൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ ആ മാവൊക്കെ നല്ലതുപോലെ കളഞ്ഞ ശേഷം ഇതുപോലെ സൂക്ഷിച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയും അതുപോലെ തന്നെ പൂരിയൊക്കെ പരത്തുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലത്തെ വലിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പാചകത്തിനൊക്കെ എണ്ണ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് കൊണ്ട് നമ്മളെ കയ്യിൽ നിന്നൊക്കെ എണ്ണ തറയിൽ വീണ് എണ്ണയൊക്കെ കളയാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ എണ്ണ സ്ഥിരമായിട്ട് വീട്ടി വയ്ക്കുന്ന ആ ഈ ഒരു ബോട്ടിൻ്റെ പുറത്തൊക്കെ നിറയെ ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ പഴയ സോക്സുകൾ കാണുമല്ലോ, മക്കൾ ഉപയോഗിച്ച സോക്സുകൾ, അത് നമ്മൾ കളയാതെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ പോണിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കയ്യിൽ എണ്ണ ആവാതെയും അതുപോലെ തന്നെ ആ കുപ്പിയിൽ അഴുക്കൊന്നും പറ്റാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ എത്ര നിറഞ്ഞിരുന്നാലും നമുക്ക് പതുക്കെ സൂക്ഷിച്ച് തന്നെ നമുക്ക് എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ആ പോണിയിലൊന്നും അഴുക്ക് പറ്റേയില്ല. കുറേ നാൾ തന്നെ നമുക്ക് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തൊന്ന് കഴുകി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം. ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് എന്നുള്ളത്, നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൽ കരിച്ച കയറാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചാലും അതിൽ പെട്ടെന്ന് തന്നെ കരിച്ച കയറാറുണ്ട്. അപ്പോൾ എളുപ്പത്തിലൊരു ടിപ്സാണ്, നമ്മൾ വീട്ടിലുള്ള കറിവേപ്പില, കുറച്ച് കറിവേപ്പില എടുത്ത് നമ്മളിതുപോലെ ആ ഒരു അരിയുടെ പുറത്തിടുകയാണെങ്കിൽ നമുക്ക് ഈ അരി കുറേ നാൾ വരെ നമുക്ക് ഈ കരിച്ചയും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊന്നും കയറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഈ ഒരു ടിപ്സും എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്ന് കണ്ടാൽ, നമുക്ക് കുറേ നാൾ പുളിയൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ്.
അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്. നമ്മൾ പുളി സൂക്ഷിക്കുന്നത് ഒന്നിൽ ഭരണിയിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുപ്പികളിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ മൺകലങ്ങളിൽ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പുളി വയ്ക്കുന്ന കല ഈ ഒരു കലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പുളി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ഒന്ന് നിറയെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓരോ ലെയർ വയ്ക്കുമ്പോഴും കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടിയുപ്പ് ചേർക്കണേക്കാളും നമ്മൾ പുളിക്ക് കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇവിടെ കല്ലുപ്പ് നിറയെ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഈ ഒരു പുളി ഒരു കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നല്ലതുപോലെ സോഫ്റ്റായി അതിൽ നിന്ന് തേനൊക്കെ കിട്ടാറുണ്ട്, പുളിയും തേനൊക്കെ കിട്ടാറുണ്ട്. അപ്പം നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് പുളി മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സോഫ്റ്റ് ആവാതെ ഇരിക്കുകയാണെങ്കിൽ നിറയെ പുളിയും നമുക്ക് വേസ്റ്റാവും, അത് നമുക്ക് ആ ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പുളി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം ആകുമ്പോൾ തന്നെ നല്ലതുപോലെ പുളിയൊക്കെ സോഫ്റ്റായി നമുക്ക് കറിക്കൊക്കെ എടുക്കാൻ പറ്റുമോ, നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് കറികളൊക്കെ വയ്ക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പുളികൾ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ മൺകലങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ കിഴികെട്ടിയൊക്കെ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് കുഞ്ഞു വീഡിയോയാണ്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.